ഇപ്പോഴത്തെ ബിഗ് ബ്രേക്കിംഗ് വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ആലപ്പുഴയിലെ ഗൺമാൻമാരുടെ മർദ്ദന കേസ് അട്ടിമറിയിൽ ഒടുവിൽ ADGP MR അജിത് കുമാറിനെതിരെ നടപടി. അജിത് കുമാറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. DGPയുടെ റിപ്പോർട്ടിന് പിന്നാലെയാണ് സർക്കാർ നീക്കം. ഇതോടെ അജിത് കുമാറിന്റെ DGP റാങ്ക് നഷ്ടമാകും. ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്ത റോഷിപ്പാലും അനിൽ ഇമാനുവലുമാണ് ചേരുന്നത്. റോഷിപ്പാലിലേക്ക് പോയ റോഷിപ്പാൽ, ഒടുവിൽ DGPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അജിത് കുമാറിന് സംരക്ഷണം ഒരുക്കില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. വിവാദമായ കേസിൽ ഒടുവിൽ പഴുതടച്ചുള്ള അന്വേഷണം നടത്തി അല്ലെങ്കിൽ പരിശോധനകൾ നടത്തിയ ശേഷം നടപടിയെടുത്തിരിക്കുന്നു UDF സർക്കാർ. വിനിത, ആലപ്പുഴയിലെ വിവാദ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ചു എന്ന കാരണത്താലാണ് ഇപ്പോൾ SIT റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ DGP ആ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി കൈമാറി. ആ റിപ്പോർട്ട് ഇന്ന് പരിശോധിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് നിർണായക തീരുമാനമെടുത്തത്. ADGP MR അജിത് കുമാറിനെതിരെ വകുപ്പ് തല നടപടി, സസ്പെൻഷനാണ്. ഇനി തുടർ തീരുമാനങ്ങൾ ഇനി തുടരന്വേഷണത്തിന് ശേഷമായിരിക്കും. ഏതായാലും MR അജിത് കുമാറിന് ഈ മാസം 31-നാണ് സ്ഥാനക്കയറ്റം ലഭിക്കേണ്ടത്. DGP പദവിയിലേക്ക് ആ സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യത ഇല്ലാതായി. ഇതോടുകൂടി നേരത്തെ KSU ജില്ലാ അധ്യക്ഷൻ AD തോമസ് അടക്കമുള്ളവരെ ഗൺമാൻമാർ, അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഗൺമാൻമാർ മർദ്ദിച്ച വിഷയം, ആ വിഷയത്തിൽ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നപ്പോൾ അന്ന് പോലീസ് അന്വേഷണം നടന്നു. ആ പോലീസ് അന്വേഷണ റിപ്പോർട്ട് ADGP MR അജിത് കുമാർ തന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. ഓഫീസിലെ SI ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് അതിൽ തിരുത്തൽ വരുത്തി എന്നതാണ് കണ്ടെത്തൽ. അത് SIT മേധാവി ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ DYSP ബൈജു പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഏറ്റവും സുപ്രധാനമായ ചില കണ്ടെത്തലുകൾ ഉണ്ടായത്. ആ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് DGPക്ക് റിപ്പോർട്ടും പിന്നീട് DGP അത് സർക്കാരിനും കൈമാറിയത്. ആ കണ്ടെത്തലുകൾ ഒടുവിൽ MR അജിത് കുമാറിന് എതിരെയുള്ള നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഏതായാലും വലിയ രാഷ്ട്രീയ സമ്മർദ്ദം കൂടി ഇക്കാര്യത്തിൽ സർക്കാരിനുണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ MR അജിത് കുമാറിനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ അത് കോൺഗ്രസിലും UDFിലും പൊട്ടിത്തെറിക്ക് വഴിയൊരുക്കും. കാരണം UDF പ്രതിപക്ഷത്തിരിക്കുന്ന ഘട്ടത്തിൽ അത് തൃശൂർ പൂരം കലക്കിയ സംഭവം, അതിനൊപ്പം RSSന്റെ നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലടക്കം ADGP ആയിരിക്കെ MR അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചതാണ്. ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പലപ്പോഴായി ADGP ആയിരിക്കെ MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഇക്കാര്യത്തിൽ എടുത്ത നിലപാട് ഒരു കാരണവശാലും MR അജിത് കുമാറിന് സംരക്ഷണം ഒരുക്കില്ല എന്നായിരുന്നു. DGPയുടെ റിപ്പോർട്ട് വന്നാൽ തുടർ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയായിരുന്നു രമേശ് ചെന്നിത്തലയുടെ നിലപാട്. അങ്ങനെ DGP സമർപ്പിച്ച റിപ്പോർട്ട് അത് നടപടിക്രമങ്ങൾ പാലിച്ചാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തി. അങ്ങനെ സർക്കാർ MR അജിത് കുമാറിനെതിരെ സസ്പെൻഷൻ എന്ന നടപടി എടുത്തിരിക്കുകയാണ്. വിനീത, അനിൽ ഇമാനുവൽ കൂടി ശരിയാണ്. അനിൽ, അജിത് കുമാർ പറഞ്ഞിട്ടാണ് കേസ് ഡയറി തിരുത്തിയതെന്ന് അദ്ദേഹത്തിന്റെ തന്നെ ഓഫീസിലെ ഗ്രേഡ് SIമാർ മൊഴി നൽകിയിരുന്നു. അതുൾപ്പെടെ തിരുത്തിയ റിപ്പോർട്ട് ഉൾപ്പെടെ അജിത് കുമാർ പരിശോധിച്ചെന്നും കേസ് എഴുതി തള്ളാനുള്ള നടപടി വേഗത്തിലാക്കാൻ നിർദ്ദേശിച്ചു എന്നൊക്കെയുള്ള നിരവധി മൊഴികൾ അദ്ദേഹത്തിന് അജിത് കുമാറിനെ കുരുക്കായിട്ടുണ്ട്. മറ്റെന്തെല്ലാം കാര്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി? വിനീത, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ 2024 രജിസ്റ്റർ ചെയ്ത 1574 എന്ന കേസാണ് സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാളായ MR അജിത് കുമാറിന് കുരുക്കാവുന്നത്. അദ്ദേഹത്തിന്റെ കരിയറിന്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ അതിനെ അടിമുടി ഒലച്ചു കളയുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയേണ്ട കാര്യം. ഇതിനു മുൻപ് ഇതുപോലൊരു ഉന്നത IPS ഉദ്യോഗസ്ഥൻ സസ്പെൻഷനായിട്ടുള്ളത് ടോമിൻ തച്ചങ്കരിയാണ്. 2 തവണ VS അച്യുതാനന്ദന്റെ ഇടപെടലിൽ അദ്ദേഹം സസ്പെൻഷനായിട്ടുണ്ട്. പക്ഷേ അത് IG ആയിരിക്കുമ്പോഴാണ്. ADGP റാങ്കിലൊരു ഉദ്യോഗസ്ഥൻ സമീപകാലത്തെങ്ങും ഇങ്ങനെ ഒരു നടപടി നേരിട്ടിട്ടില്ല എന്നുള്ളതാണ് ഇത് ഏറ്റവും ഗൗരവമുള്ള ഒരു വാർത്തയാക്കി മാറ്റുന്നത്. പറഞ്ഞതുപോലെ തന്നെ ഇത് ഈ 2024 ഈ കേസ് എടുത്ത ശേഷം ഈ പിന്നീട് എഴുതി തള്ളുന്നത് വരെയുള്ള കാര്യത്തിൽ അടിമുടി ദുരൂഹതയായിരുന്നു, അല്ലെങ്കിൽ കൃത്രിമത്വമായിരുന്നു, ക്രമക്കേടായിരുന്നു എന്നുള്ള കാര്യം നേരത്തെ തന്നെ വ്യക്തമായതാണ്. അതനുസരിച്ചാണ് DGP റിപ്പോർട്ട് നൽകിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ 5 ഉദ്യോഗസ്ഥരാണ് അന്വേഷണം നടത്തിയിട്ടുണ്ട്. ആദ്യം ഒരു ഇൻസ്പെക്ടർ അന്വേഷണം നടത്തി, പിന്നീട് 2 SIമാർ നടത്തി, പിന്നീട് 2 DYSPമാർ നടത്തി. എന്നാൽ ആദ്യം അന്വേഷിച്ച സന്തോഷ് കുമാർ എന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ, CI ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ നടത്തിയ അന്വേഷണം വളരെ കൃത്യമായിരുന്നു എന്ന് ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ പിന്നീട് ഈ ഭരണം മാറിയ ശേഷം നടത്തിയ വിലയിരുത്തലിൽ നിരീക്ഷിച്ചിട്ടുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും നിർണായകമായ, ഏറ്റവും നിഷ്പക്ഷമായ തെളിവുകളായിരുന്നു CCTV ദൃശ്യങ്ങളും അതുപോലെ തന്നെ മൊബൈൽ ക്യാമറ ദൃശ്യങ്ങളും, അതുപോലെ ആശുപത്രിയിൽ ഡോക്ടർ തയ്യാറാക്കിയ ബൂൺ സർട്ടിഫിക്കറ്റ്. എന്നാൽ ആദ്യത്തെ അന്വേഷണത്തിൽ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ അന്വേഷണം നടത്തി കുറ്റപത്രം തയ്യാറാക്കാൻ ശ്രമിച്ചുവെങ്കിലും പിന്നീട് ഇത് അടിമുടി മാറുകയായിരുന്നു. പിന്നീടുള്ള അന്വേഷണത്തിൽ ഈ ദൃശ്യങ്ങളുടെ ആധികാരികത ഒന്നും തന്നെ പരിശോധിക്കപ്പെട്ടില്ല. അതുപോലെ തന്നെ ഏറ്റവും നിഷ്പക്ഷമെന്ന് കരുതാവുന്ന
ഡോക്ടറുടെ വൂണ്ട് സർട്ടിഫിക്കറ്റിനെ പോലും പരിഗണിക്കാതെയാണ് അന്വേഷണം മുന്നോട്ട് നീങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ കൃത്രിമമുണ്ട്, ക്രമക്കേടാണ് എന്ന് വ്യക്തമായി പിന്നീട് DGP അടക്കമുള്ളവർ വിലയിരുത്തിയത്. പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഇതിൽ പ്രധാനമായും ഈ ഞാൻ പറഞ്ഞ നിഷ്പക്ഷമായ ഈ ദൃശ്യങ്ങളുടെയും വൂണ്ട് സർട്ടിഫിക്കറ്റിനെയും തള്ളിക്കളയാൻ വേണ്ടി, അതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിച്ചത് ഈ പ്രതികളായ ഉദ്യോഗസ്ഥരുടെ മൊഴികളായിരുന്നു, മറ്റു ചില ഉദ്യോഗസ്ഥരുടെയും കൂടെ മൊഴികളായിരുന്നു എന്നുള്ളതാണ്. ഇത്തരം ഒരു അന്വേഷണം കേരള പോലീസിന് ഈ തരത്തിൽ നടന്നിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കാൻ. അതും ഇത്ര വിവാദമായ രാഷ്ട്രീയമായി പ്രാധാന്യമുള്ള ഒരു കേസിൽ ഇങ്ങനെ അന്വേഷണം നടത്തി അത് അവസാനിപ്പിക്കാൻ സാധാരണ നിലയിൽ ഈ താഴെക്കിടയിലുള്ള പോലീസുകാർ സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കില്ല എന്നുകൂടിയുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ പരിശോധനകൾ മേൽത്തട്ടിലേക്ക് നീങ്ങിയത്. അത് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ലോ ആൻഡ് ഓർഡർ ADGP ആയിരുന്ന MR അജിത് കുമാറിലേക്ക് ചെന്നെത്തുകയായിരുന്നു. നമുക്കറിയാം അദ്ദേഹത്തിന്റെ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഓഫീസിൽ പോലും പരിശോധന നടത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇതിൽ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതിനുശേഷമാണ് DGPക്ക് നൽകിയത്. നമുക്കറിയാം ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിപക്ഷത്തിരിക്കുക കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചുള്ള വിഷയമാണ്. VD സതീശനാണ് MR അജിത് കുമാറിന്റെ മറ്റു ചില ഇടപാടുകളെ കുറിച്ചും വളരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും ഈ നടപടിയിൽ നിന്ന് പിന്നോട്ട് പോകാൻ സർക്കാരിന് കഴിയില്ലായിരുന്നു, UDF കഴിയില്ലായിരുന്നു. അതിന്റെ സ്വാഭാവികമായ ഒരു പരിസമാപ്തിയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്ന് തന്നെ പറയണം.